മുല്ലവള്ളിയും തേന്മാവും. ആദ്യം തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തിട്ടേക്കുന്നേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നന്ദയെ കണ്ട അബി അവളെ തന്നെ ഉറ്റുനോക്കി. നന്ദേ, നിന്നെ അവിടെ കൊണ്ട് ചെന്നാക്കിയത് ഞാനല്ലേ? എന്നിട്ട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് തിരികെ വന്നത്? അബി നന്ദയെ കണ്ടപാടെ അവളെ നോക്കി മുരണ്ടു. നന്ദ ഏറ്റവും ശാന്തമായി അബിയെ തന്നെ നോക്കി നിന്നു. എന്താ നീ ഒന്നും മിണ്ടാത്തത്? അബിക്ക് ശബ്ദം കൂടി തുടങ്ങിയിരുന്നു. ഞാൻ എന്തിനാണ് തിരികെ വരുന്നത്? നന്ദ ഏറ്റവും ശാന്തമായി തന്നെ ചോദിച്ചു. നന്ദയുടെ ആ നിസ്സാരഭാവം അവനെ ചൂടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അബി ഡേവിഡിനെ ഒന്ന് നോക്കി. ഡേവിഡിൻ്റെ മുഖത്ത് ഒരു ചെറിയ ചിരിയുണ്ട്, ഒരു വിജയച്ചിരി. ഡേവിഡ് നന്ദയുടെയും അബിയുടെയും അരികിൽ നിന്ന് അല്പം മാറി നിന്നു കൊടുത്തു. അവരങ്ങ് പറഞ്ഞു തീർക്കട്ടെ എന്ന മട്ടിൽ. പിന്നെ ഇവിടെ തന്നെ പൊറുക്കാനാണോ നിന്റെ ഉദ്ദേശം? അബിയുടെ ശബ്ദം ക്രമാതീതമായി ഉയരുന്നുണ്ടായിരുന്നു. ഷ്, പതിയെ. നന്ദ ചൂണ്ടിൽ ചൂണ്ടുവിരൽ ചേർത്തുകൊണ്ട് അവനെ നോക്കി. ശബ്ദം വെച്ച് ആളാവാൻ ഇത് താങ്കളുടെ വീടല്ല അഭിമന്യു. പതുക്കെ സംസാരിക്കൂ, എനിക്ക് വ്യക്തമായി കേൾക്കാം. നന്ദ മുറുകിയ സ്വരത്തോടെ അത് പറയവേ അബിയെപ്പോലെ ഡേവിഡ് ഞെട്ടിയിരുന്നു. ഒരു നിമിഷം അബി മൗനമായി പോയി. നന്ദയോട് സംസാരിക്കാൻ ആദ്യമായാണ് അവൻ വാക്കുകൾ തേടുന്നത്. അഭിമന്യു സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഇറങ്ങാം. നന്ദ തൻ്റെ വലത് കൈ ഉയർത്തി പുറത്തേക്ക് നീട്ടി. അബിക്ക് അവൾ മുഖത്ത് പ്രഹരിച്ച പോലെ തോന്നി. നീയും വരണം എൻ്റെ കൂടെ. അബിക്ക് അങ്ങനെ അവളെ അവിടെ ഇട്ടിട്ട് വരാൻ വയ്യ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, അങ്ങനെ നന്ദയെ ഇവിടെ ഉപേക്ഷിച്ചിറങ്ങിയാൽ ഡേവിഡ് ജയിച്ചെന്ന പോലെയാവും. ഡേവിഡിൻ്റെ വിജയങ്ങൾ അന്ന് ഇന്നും അബിക്കൊരു വിഷയം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അതിനെയും കവച്ചു വെക്കുന്ന മറ്റൊരു കാരണം കൂടെയുണ്ട്. നന്ദയെ അവന് എന്നേക്കുമായി അങ്ങ് ഉപേക്ഷിച്ച് കളയാൻ വയ്യ. അബിക്കറിയാം അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ നന്ദ ഇപ്പോൾ ഉണ്ടെന്ന്. പക്ഷെ എന്നിട്ടും അവളെ പൂർണ്ണമായി തള്ളിക്കളയാനും സ്വീകരിക്കാനും കഴിയാത്ത ഒരവസ്ഥയാണ് അവൻക്ക്. നന്ദയെ തന്നെ മതിയെന്ന് മനസ്സങ്ങ് വാശി പിടിപ്പിക്കുമ്പോൾ അപ്പോൾ നിമിഷയോ എന്നൊരു ചോദ്യം ഉള്ളിൽ തെളിയുന്നു. നിമിഷയോടിപ്പോൾ പണ്ടത്തെ സ്നേഹം തനിക്കില്ല എന്ന് അബിക്കറിയാം. ഒരേ സമയം രണ്ടാളെ പ്രണയിക്കാൻ കഴിയില്ലല്ലോ. തൻ്റെ ഉള്ളിലേക്ക് നന്ദ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ നിമിഷ എന്നോ അതിൽ നിന്ന് പടിയിറങ്ങി കഴിഞ്ഞു. അത് തിരിച്ചറിയാൻ താൻ സമയമെടുത്തു എന്ന് മാത്രം അഭിമന്യു ചിന്തിച്ചു. പക്ഷെ നിമിഷയെ അങ്ങ് ഉപേക്ഷിച്ച് കളയാനും അബിക്ക് പറ്റുന്നില്ല. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അബിക്ക് പോവാം. നന്ദ ഇരു കൈകളും നെഞ്ചിൽ പിണച്ചു കെട്ടി ആ വാതിലിൽ ചാടി അബിയെ നോക്കി നിന്നു. അബിയുടെ കണ്ണുകൾ ഒന്ന് കൂർത്തു. അവളുടെ നിൽപ്പും ഭാവവും ഡേവിഡിന് സമാനമാണെന്ന് തോന്നി അബിക്ക്. അവനെ അനുകരിക്കുകയാണ് നന്ദ. നീയില്ലാതെ ഞാൻ പോവില്ല നന്ദ. അബിയുടെ സ്വരം ഉറച്ചതായിരുന്നു. ബലമായി എന്നെ പിടിച്ചുകൊണ്ടു പോകാനുള്ള അധികാരമൊന്നും അബിക്ക് ഇപ്പോൾ ഇല്ല. മുന്നേ ഉണ്ടായിരുന്നു. അബിയായിട്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചല്ലോ. തുറന്നടിച്ച നന്ദയുടെ മറുപടികളിൽ അബിക്ക് ഉത്തരം മുട്ടിത്തുടങ്ങി. സമയം കളയാതെ പോവാൻ നോക്ക്, നന്ദ പിന്നെയും പറഞ്ഞു. അബിയുടെ മുഖം താഴ്ന്നുപോയി. ദിവസങ്ങൾക്ക് മുന്നേ ആ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് നന്ദയുടെ കൈയും പിടിച്ച് അഭിമാനത്തോടെ ഡേവിഡിൻ്റെ മുന്നിലൂടെ പടിയിറങ്ങിയ അഭിമന്യുവിന് ഇന്ന് ശൂന്യമായ കൈകളോടെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അബി അങ്ങ് പോയതും നന്ദ വേഗത്തിൽ അകത്തേക്ക് തന്നെ കയറി. ചേച്ചി മിന്നിച്ചല്ലോ. ജെറി ചിരിയോടെ അവളെ അഭിനന്ദിച്ചു. 2-3 മണിക്കൂർ ഇരുന്ന് ജെറിയും ശില്പയും എന്തോരം ഡയലോഗ് കുത്തിയിരുന്ന് ഇന്നലെ നന്ദയെ പഠിപ്പിച്ചുവെന്നോ. അതിലെ 4-1 പോലും പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് തന്നെയായിരുന്നു നന്ദയുടെ. അബി പോയ പിന്നാലെ ഡേവിഡ് അകത്തേക്ക് കയറി വന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒന്ന് ഇടഞ്ഞുവെങ്കിലും ഡേവിഡ് ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ നേരെ മുകളിലേക്ക് കയറിപ്പോയി. ആ കയറിപ്പോകുന്നവൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരിയുള്ളത് നന്ദ കണ്ടില്ല. നന്ദയുടെ കണ്ണുകളൊന്ന് കുറുകി. അതെന്തൊരു പോക്കാണ്, കൊള്ളാലോ. ഇന്നലെ അത്ര നേരം ഇരുന്നിട്ട് എൻ്റെ ബുദ്ധിയെ ചോദ്യം ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അബിയോട് സംസാരിച്ചിട്ടും ഒന്നും മിണ്ടാതെ ഒരു പോക്കങ്ങ് പോയി. നന്ദ അവൻ്റെ പിന്നാലെ മുകളിലേക്ക് വെച്ച് പിടിച്ചു. ബാൽക്കണിയിലാണ് അന്നേരം അവന് നിന്നിരുന്നത്. ഡേവിഡിനും തോന്നിയിരുന്നു അവൾ അങ്ങ് കയറി വരുമെന്ന്. നന്ദ അവനൊപ്പം വന്ന് നിന്നു. ഇപ്പോൾ എന്തു പറയുന്നു ഡേവിഡ്? എനിക്ക് ബുദ്ധിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നന്ദ ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് ചോദിച്ചു. ഒരിത്തിരി ധൈര്യം വന്നെന്ന് മനസ്സിലായി എന്ന് കരുതി ബുദ്ധിയുണ്ടെന്ന് അങ്ങ് സമ്മതിക്കാൻ ഒക്കുവോ? ഡേവിഡ് പതിയെ ചിരിച്ചു. എന്നാൽ ബുദ്ധിയുണ്ടെന്ന് തെളിയിച്ചു തരട്ടെ? നന്ദ ഒറ്റപ്പുരികം ഉയർത്തി ചോദിച്ചു. ഡേവിഡിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. തൊട്ടടുത്ത നിമിഷം ഡേവിഡിൻ്റെ കൈകളിൽ പിടിച്ച് അവൾ തൻ്റെ മുറിയിലേക്ക് കൊടുന്നു. ഡേവിഡിനൊപ്പം ഇന്നലെ ഇറങ്ങുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കവർ അവന് നേരെ നീട്ടി. ഡേവിഡ് സംശയഭാവത്തിൽ നന്ദയെ ഒന്ന് നോക്കിക്കൊണ്ട് ആ കവർ തുറന്നു. കുറച്ച് മുദ്രപേപ്പറുകളാണ്. അതിലെ കാര്യങ്ങൾ വായിച്ച ഡേവിഡിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇതെവിടെ നിന്നാ? ഡേവിഡ് അതിശയഭാവത്തിൽ ചോദിച്ചു. നന്ദ പതിയൊന്ന് ചിരിച്ചു.
മുത്തശ്ശി മരിക്കുന്നതിന് കുറച്ചു മുമ്പെയാണ് ആ കുഞ്ഞു ഇരുമ്പ് പെട്ടി അവളെ ഏൽപ്പിച്ചത്. ഒപ്പം ഒരു താക്കോലും ഉണ്ടായിരുന്നു. താൻ മരിക്കുന്നവരെ ഇത് തുറന്നു നോക്കരുത് എന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിരുന്നു. നിമിഷയുടെ നാവിൽ നിന്ന് സ്വത്തിൻ്റെ കാര്യം കേട്ട തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണകാരണം അമ്മാവനാണെന്നറിഞ്ഞ അന്ന് രാത്രിയാണ് നന്ദ അത് തുറന്നു നോക്കിയത്. അപ്പോൾ അവരെങ്ങനെ അറിഞ്ഞു നിന്റെ പേരിലാണ് മുത്തശ്ശി സ്വത്ത് എഴുതി വെച്ചതെന്ന് ഡേവിഡ് ചോദിച്ചു. അവരുടെ കയ്യിൽ ഇതിൻ്റെ കോപ്പി കിട്ടിയിട്ടുള്ളൂ. അതാണ് അവർക്ക് ഇത്രയും ഭയം. എന്തെങ്കിലും എനിക്ക് ഒറിജിനൽ കിട്ടിയാലോ അത് പേടിച്ചാണ് ഒരു കരുതലിന് അവർ അങ്ങനെ ഒപ്പിട്ട് വാങ്ങാൻ തീരുമാനിച്ചത്. നന്ദ പതിയെ ചിരിച്ചു. ആ ചിരിയിലുണ്ട് ഒരു നിഗൂഢത. അത് ഡേവിഡ് തിരിച്ചറിയുകയും ചെയ്തു. എന്താ എന്താ നിന്റെ ഉദ്ദേശം? ഡേവിഡ് കണ്ണ് ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. പറഞ്ഞാ എൻ്റെ കൂടെ നിൽക്കുവോ? നന്ദയുടെ ചുണ്ടിൽ ചെറിയ ചിരിയുണ്ട്. ആരു കൂടെ നിൽക്കുവോ എന്ന് ഡേവിഡ് ചിരി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. ഇയാൾ എൻ്റെ കൂടെ നിൽക്കുവോ? നന്ദ ചൂണ്ടുവിരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തൊട്ടതിനൊപ്പം കണ്ണുകൾ മാത്രം ഉയർത്തി ഡേവിഡിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഡേവിഡിൻ്റെ ഹൃദയം പിടച്ചുപോയി. ആദ്യം പ്ലാൻ പറ, എന്നിട്ട് ആലോചിക്കാം. ഡേവിഡ് താടി ഒഴിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കി. നന്ദ തൻ്റെ കുഞ്ഞു പ്ലാൻ അവന് മുമ്പിൽ അങ്ങ് വിശദീകരിച്ചു. എങ്ങനെയുണ്ട്? നന്ദ ഒറ്റപ്പുരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അമ്പോ, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇത് നിന്റെ തലയിൽ വന്ന പ്ലാൻ അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ ശില്പ് പറഞ്ഞു തന്നതായിരിക്കും അല്ലേ? ഡേവിഡ് പറഞ്ഞു. യോ, അതെങ്ങനെ മനസ്സിലായി? നന്ദയിൽ അതിശയം. അതിപ്പോൾ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു? നിന്റെ ഈ കുഞ്ഞു തലയിൽ ഇത്രയും വലിയൊരു കുരുട്ടുബുദ്ധി ഉദിക്കില്ല. അതെന്താ എൻ്റെ തലയിൽ ഉദിച്ചാൽ? ഉദിക്കില്ലെന്നേ. എൻ്റെ അളകനന്ദ ഒരു പാവമല്ലേ? ലോകത്തിൻ്റെ കാപട്യങ്ങൾ ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ തെളിനീരുറവ. ഡേവിഡ് ചിരിച്ചു, മനോഹരമായി തന്നെ. നന്ദ അവനെ തന്നെ നോക്കി നിന്നുപോയി. കാപട്യങ്ങൾ അറിയാത്ത പോലെ തന്നെ പലരുടെയും ഉള്ളിലെ സ്നേഹം അളക്കാനും തനിക്കറിയില്ലെന്ന് തോന്നി നന്ദക്ക്. അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ ദേ ഈ നിൽക്കുന്ന മനുഷ്യനെ എന്നോ താൻ സ്നേഹിച്ചു തുടങ്ങിയേനെ എന്നവൾ ഓർത്തു. അപ്പോൾ കളി നാളെ നിമിഷയുടെ അടുത്താണല്ലേ? ഡേവിഡ് വിഷയത്തിലേക്ക് വന്നു. അതേലോ. ഡേവിഡും വരില്ലേ എൻ്റെ കൂടെ? നന്ദ ചോദിച്ചു. ഞാൻ എങ്ങനെ വരും? എന്തു പറഞ്ഞു വരും? നന്ദയുടെ ആരാണെന്ന് പറയും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ വീട് എൻ്റെ പേരിലല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വരണം. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാലോ? ഡേവിഡ് പ്രതീക്ഷയോടെ അവളെ നോക്കി. ഡേവിഡിനെയാ ഞാൻ കെട്ടാൻ പോകുന്നതെന്നങ്ങ് പറയും. അപ്പോഴോ? അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ മറുപടിയിൽ കണ്ണും വീഴ്ച നിൽക്കുന്ന ഡേവിഡിനെ നോക്കാതെ നന്ദ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി. അന്നേരം അപ്പാടെ അവളുടെ ഉള്ളിൽ നിറയെ ജെറി രാവിലെ ഡേവിഡ് അറിയാതെ കാണിച്ചു തന്ന ആ ഷർട്ടായിരുന്നു. പണ്ടത്തെ 10ാം ക്ലാസ്സുകാരൻ്റെ യൂണിഫോം. നന്ദയെ കൊണ്ട് ബലമായി അവൻ അന്ന് ഷർട്ടിൽ എഴുതിപ്പിച്ച ഓട്ടോഗ്രാഫ്. നന്ദക്ക് അവനോട് എന്തോ ഒത്തിരി സ്നേഹം തോന്നി. അത് പ്രണയമാണോ എന്ന് നന്ദക്കറിയില്ല. പക്ഷെ നന്ദക്ക് മറ്റൊന്നറിയാം. അഭിമന്യു ഇപ്പോൾ അവളുടെ മനസ്സിലില്ല എന്ന്. പക്ഷേ അഭിമന്യുവിൻ്റെ കാര്യം നേരെ തിരിച്ചാണ്. അവനിപ്പോൾ നന്ദയെ മാത്രം മതി. നന്ദയില്ലാതെ അവന് പറ്റൊന്നുമില്ല. പിറ്റേന്ന് നന്ദക്കൊപ്പം ഡേവിഡും പോവാനൊരുങ്ങി. നന്ദക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യുകയായിരുന്ന ഡേവിഡ് അവൾ ഇറങ്ങി വരുന്നത് കണ്ട് കണ്ണുപോലും ചിമ്മാതെ നോക്കി നിന്നുപോയി. സാധാരണ മങ്ങിയ കളറുള്ള കോട്ടൺ ചുരിദാറാണ് നന്ദ പൊതുവെ ധരിക്കാറ്. പക്ഷേ ഇന്ന് നന്ദയുടെ മാറ്റം ഡേവിഡിനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഒരു കടുനീല നിറത്തിലുള്ള സിൽക്ക് സാരിയിൽ മിനിമൽ മേക്കപ്പും ഒതുക്കി കെട്ടിയ മുടിയുമായി ഇറങ്ങി വന്ന നന്ദയിൽ പഴയ ആ പാവം പെൺകുട്ടിയെ കാണാനേ ഇല്ലായിരുന്നു. ആത്മവിശ്വാസം തുടിക്കുന്ന അവളുടെ കണ്ണുകളിൽ പുതിയൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഡേവിഡിൻ്റെ നോട്ടം കണ്ട് നന്ദ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ ഡേവിഡ് ഇങ്ങനെ നോക്കുന്നത്? അത്രയും മോശമാണോ? അല്ലല്ലോ, ഒട്ടും മോശമല്ല. ചിലരെയൊക്കെ വിറപ്പിക്കാൻ ഈ ലുക്ക് തന്നെ ധാരാളം. ഡേവിഡ് ചിരിച്ചുകൊണ്ട് അവൾക്ക് പുറകിൽ നിൽക്കുന്ന ശില്പയെ ഒന്ന് നോക്കി. ഈ കഥ സംവിധാനം ചെയ്യുന്നത് താങ്കളാണല്ലേ? യാ, സംവിധാനം ചെയ്യുന്നതും ഡയലോഗ് എഴുതുന്നതും എന്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരെ ഞാനാ. യെസ്, ഐ ആം ദ ജൂനിയർ സന്തോഷ് പണ്ഡിറ്റ്. ശില്പ പതിയെ പറഞ്ഞു. നായികയെ ഡയലോഗൊക്കെ പഠിപ്പിച്ചല്ലോ അല്ലേ? അവിടെ എത്തിയ ബബ്ബ അടിക്കരുത്. ഡേവിഡ് ചിരിയോടെ എടുത്തു ചോദിച്ചു. ഇവൾക്ക് നെക്സ്റ്റ് നാഷണൽ അവാർഡിനുള്ള ഇതൊക്കെ ഞാൻ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഭയപ്പെടാതെ ചെല്ലാം. ശില്പ അവനെ കവിളിൽ ഒന്ന് നുള്ളി വിട്ടു. ഡേവിഡ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. യാത്രയിലുടനീളം നന്ദ നിശബ്ദയായിരുന്നു. തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണക്കാരായവരോട് മുഖാമുഖം നിൽക്കാൻ അവൾ മനസ്സിനെ പാകപ്പെടുത്തുകയായിരുന്നു. നിമിഷയുടെയും അബിയുടെയും കുടുംബത്തിൻ്റെയും മുന്നിലേക്ക് അവൾ ഇന്ന് ചെല്ലുന്നത് വെറുമൊരു അഗതിയായല്ല, മറിച്ച് ആ തറവാടിൻ്റെ യഥാർത്ഥ അവകാശിയായിട്ടാണ്. അഭിമന്യുവും നിമിഷയും ആ വീട്ടിൽ അന്നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു. അബിയുടെ മുഖം മങ്ങിയിരുന്നു. നന്ദയെ തിരികെ കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ നിരാശ അവനെ വേട്ടയാടുന്നുമുണ്ട്. പെട്ടെന്നാണ് പുറത്ത് ഒരു കാർ വന്ന് നിന്നത്.
ഡേവിഡിനൊപ്പം കാറിൽ നിന്നിറങ്ങിയ നന്ദയെ കണ്ടതും നിമിഷയുടെ മുഖം ഒരു നിമിഷം വിളറിപ്പോയി. തുടരും. സൂര്യകാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.